ധാരാളം ഉള്ളി ഓണിയൻ നിറച്ച ഒരു കപ്പല് മറ്റൊരു രാജ്യത്തേക്ക് പുറപ്പെടുകയാണ്. ടെക്നിക്കൽ ഫോൾട്ട് കൊണ്ട്, സാങ്കേതിക തകരാറ് കൊണ്ട് ഈ കപ്പല് എത്തേണ്ട രാജ്യത്തിലെത്താതെ ഇടയ്ക്കുള്ള ഒരു രാജ്യത്ത് നിർത്തേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് അവിടെയുള്ള ആളുകൾ ആ ഉള്ളി ടേസ്റ്റ് ചെയ്ത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ക്യാപ്റ്റനോട് ചോദിക്കണേ ഉള്ളി ഞങ്ങൾക്ക് തരുമോ എന്ന്. അപ്പോൾ ക്യാപ്റ്റൻ ഉള്ളി തരുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ രാജ്യത്തിലെ ഏറ്റവും വിലപ്പെട്ട സാധനം ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ കംപ്ലീറ്റ് പോയി കുറേയധികം സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണവും ഗോൾഡൊക്കെ എടുത്തു കൊണ്ടുവന്ന് കൊടുത്തിട്ട് പകരം ഉള്ളി വാങ്ങിക്കൊണ്ട് പോകും. ക്യാപ്റ്റൻ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വരികയും ചെയ്യും. ഈ കഥ ആ നാട്ടിൽ ഫുള്ള് ഫേമസ് ആവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു മുതലാളി ഒരു കപ്പലിൽ മുഴുവൻ ഗാർലിക്, വെളുത്ത ഉള്ളി നിറച്ച് ഇതേ ഐഡിയ ചെയ്യാൻ ആ രാജ്യത്ത് കൊണ്ടേ നിർത്തുക. വീണ്ടും ആളുകൾ വരുന്നു, വെളുത്തുള്ളി ടേസ്റ്റ് ചെയ്യണു, ഗാർലിക് ഇഷ്ടമാവണു. അപ്പോൾ ഈ ക്യാപ്റ്റൻ അതേ ബുദ്ധി ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വിലപ്പെട്ട സാധനം കൊണ്ടുവന്നാൽ ഈ ഗാർലിക് തരാമെന്ന്. ആ നാട്ടുകാരെല്ലാവരും അന്ന് വാങ്ങിയ ഉള്ളി, ഓനിയൻ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കും. കാരണം ഇപ്പോൾ അവിടെ വിലപ്പെട്ട സാധനം ഓനിയനാണ്. അയാൾ അബദ്ധത്തിലാവുകയാണ് ചെയ്തത്. ഇതുപോലെയാണ് നമ്മുടെ ഇടയിൽ പലരും വിജയിച്ച് കാണുന്ന ഒരു ബിസിനസ് അതേപോലെ 100% കോപ്പി ചെയ്തിട്ട് വീണ്ടും വേഗം സക്സസ്ഫുൾ ആവാൻ നോക്കും. ഒരിക്കലും അത് ചെയ്യരുത്. കോപ്പി അടിക്കാം, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. 100% ഈച്ച കോപ്പി എന്ന് പറയുന്ന പോലെ ഒരു ബിസിനസ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. മാത്രമല്ല നമ്മൾ അബദ്ധത്തിൽ പെടുകയും ചെയ്യും. കീപ്പ് ഇൻ മൈൻഡ്.